നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഇത് പുതിയ ചട്ടിയാണ്. ഇതിപ്പം മയക്കുക എന്നൊക്കെ നമ്മൾ പറയും. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചട്ടി മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു തന്നതാണ്. ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നന്നായിട്ട് കഴുകാം. കഴുകി നമുക്ക് എന്നിട്ട് വെയിലത്ത്, അതായത് കഴുകി കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് അത് കഴിഞ്ഞ് എണ്ണ പറ്റി ഒന്നും കൂടി വെയിലത്ത് വെക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത്. അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മീൻകറിയൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയ നല്ല ചട്ടിയാണ്. നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് ചട്ടി തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് തേക്കണം, എന്നിട്ട് ഇതിനകത്ത് ചെളികളെല്ലാം പോകണം. നന്നായിട്ട് തേച്ചെടുക്കണം കേട്ടോ. ചട്ടി ഞാൻ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം. ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചിട്ട് ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് എണ്ണ വറ്റി വെക്കണം. അങ്ങനെ ഞാൻ ചട്ടിയെല്ലാം കഴുകി ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ വറ്റാതെ. ഇത് ഞങ്ങൾ ഇന്നലെ പിറവത്ത് പോയപ്പോൾ മേടിച്ചതായി ചട്ടി. ഈ വലിയ ചട്ടി കണ്ടോ, ഇത് നമുക്ക് 1 കിലോ മീനൊക്കെ വെക്കാൻ പറ്റണ പോലത്തെ ചട്ടിയാണ്. ഇത് നമുക്ക് 1/2 കിലോ മീനൊക്കെ വെക്കാൻ പറ്റണ പോലത്തെ. അതിൻ്റെ ഒരു ബ്ലാക്ക് കളറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം, ചുമന്ന ചട്ടീനേക്കാൾ റേറ്റ് കൂടുതലാണ് ബ്ലാക്കിന് വരുന്നത്. നമുക്ക് ഈ വലിയ ചട്ടി നമുക്ക് 140 രൂപയ്ക്ക് എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിനും ആ ഒരു 140 രൂപ വന്നു. ചെറിയ ചട്ടിയാണ്, പക്ഷെ 140 രൂപ വന്നു. നമുക്ക് ചുമന്ന ചട്ടി 1 കിലോത്തിൻ്റെ നമുക്ക് 140 രൂപയ്ക്ക് കിട്ടിയെങ്കിൽ നമുക്ക് കറുത്ത ചട്ടി ചെറുത് 1/2 കിലോ ഒക്കെ വെക്കാൻ പറ്റിയത് നമുക്ക് 140 രൂപയ്ക്കാണ് കിട്ടിയത്. ഈ വരുന്ന ചട്ടിക്ക് നമുക്കൊരു 120 റേഞ്ചൊക്കെയാണ് വരുന്നത്. അതിൻ്റെ തന്നെ മൂടി നമ്മൾ മേടിച്ചതാണ്. ഇതുണ്ടോ, അതും നമ്മൾ ഇതുപോലെ തന്നെ കഴുകി നല്ല വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് മീൻകറിയൊക്കെ വെക്കാൻ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺചട്ടിയാണ്. കണ്ടോ, മൂടപ്പാത്രവും നമ്മളിങ്ങനെ തന്നെ മേടിച്ചിട്ടുണ്ട്. എന്തായാലും വെയിലത്തിരുന്ന് ഉണങ്ങട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് എന്തായിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക്, ഇത് നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ ആട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മട്ട, അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക്, ഇത് വെളിച്ചെണ്ണയാണല്ലോ, അപ്പോൾ നമുക്കിതെന്തായാലും ഈ ചട്ടിയിലേക്ക് തേച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണയുടെ മട്ടില്ലേ, നമ്മൾ വെളിച്ചെണ്ണ ഇതായി കിട്ടുമ്പോൾ ഉള്ളത്, അതാണിത്. ഇത് നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം ചട്ടിയിൽ. അത് തേച്ച് കൊടുത്തിട്ട് വീണ്ടും വെയിലത്ത് വയ്ക്കുക. എല്ലാ ചട്ടിയിലും ഞാൻ തേച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഞാൻ വെയിലത്ത് വീണ്ടും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ എണ്ണ ആട്ടിയതിൻ്റെ ഇതില്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ വെച്ച് ഇതുപോലെ തേച്ച് കൊടുത്ത് വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ നമ്മൾ തേങ്ങ ആട്ടിയതിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാനത് വെച്ച് അങ്ങ് ചെയ്തേ ഉള്ളൂ. നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് വെക്കാവേ. അങ്ങനെ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചട്ടി മയക്കി എടുക്കണമെന്ന് പറയുന്നത്. ഏകദേശം എല്ലാവർക്കും സെറ്റായില്ലേ. ആ എണ്ണ തേച്ച് വെച്ചതെല്ലാം കഴുകി, ഇനി നമ്മുടെ നല്ല എണ്ണ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നമുക്ക് മീൻ കറിയൊക്കെ വെക്കാം.